നിലവിലുള്ള ടാക്സി കമ്പനികൾക്ക് ഏകീകരിച്ച സ്ഥാപനത്തിൽ ചേരാനുള്ള തീരുമാനം കമ്പനികൾക്ക് നൽകിയതാണ്. അതിൽ 7 കമ്പനികൾ ഒഴികെ മറ്റെല്ലാ സ്ഥാപനങ്ങളും ഏകീകരണം തത്വത്തിൽ അംഗീകരിച്ചിട്ടുണ്ടെന്ന് സൗദി ചേംബറിലെ കര ഗതാഗത കമ്മിറ്റി മേധാവി സൗദ നുഫൈഇ പറഞ്ഞു. ഏതെങ്കിലും കമ്പനിയെ ചേംബറോ മറ്റ് അധികൃതരോ നിർബന്ധിച്ചിട്ടില്ല. നിബന്ധനകളും നിയമാവലിയും രൂപപ്പെടുന്ന സാഹചര്യത്തിൽ കൂടുതൽ കമ്പനികൾ ഏകീകരണത്തിലേക്ക് കടന്നുവരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. സൗദിയിലെ റോഡ് ഗതാഗതം, പ്രത്യേകിച്ചും ടാക്സി മേഖല ലാഭകരമായ മുതൽമുടക്കാണ് എന്നതിനാൽ സൗദി പൗരന്മാർക്ക് പുറമെ GCC രാജ്യങ്ങളിൽ നിന്നുള്ള പൗരന്മാരും വിദേശ മുതൽമുടക്കുകാരും ഈ രംഗത്തേക്ക് കടന്നുവരാൻ താൽപര്യം പ്രകടിപ്പിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. റിയാദ് ഗവർണർ മേധാവിയായുള്ള നഗരവികസന അതോറിറ്റിയുടെ ശുപാർശ പ്രകാരമാണ് ടാക്സി കമ്പനികളുടെ ഏകീകരണം എന്ന ആശയം ആരംഭിച്ചത്. നിലവിലുള്ള കമ്പനികളിലെ വാഹനങ്ങളും ഡ്രൈവർമാരും മറ്റ് ജോലിക്കാരും ഏകീകരിച്ച പുതിയ കമ്പനിയിൽ തുടരും. നിലവിലെ കമ്പനികളിൽ നിന്ന് ഏകീകരിച്ച കമ്പനിയിൽ ലയിപ്പിക്കുന്ന വാഹനങ്ങളുടെയും ജോലിക്കാരുടെയും എണ്ണത്തിനനുസരിച്ചാണ് ഉടമകൾക്ക് പുതിയ കമ്പനിയിൽ ഓഹരി നിശ്ചയിക്കുക. കാറുകൾക്ക് ഏകീകൃത നിറം, ചിഹ്നം എന്നിവയും നൽകും. ടാക്സികളുടെ ഓപ്പറേഷനു വേണ്ടി പ്രത്യേക കേന്ദ്രവും ഗതാഗത വകുപ്പ് ആരംഭിക്കുന്നുണ്ട്. ടാക്സികൾ യാത്രക്കാരെ തേടി നിരത്തുകളിൽ അലയുന്ന അവസ്ഥക്ക് ഇതോടെ വിരാമമാവും. 2 വർഷത്തിലധികം പഴക്കമുള്ള വാഹനങ്ങൾ പുതിയ കമ്പനിയിൽ സേവനത്തിലുണ്ടാവില്ല. നിതാഖാത്ത് വ്യവസ്ഥയനുസരിച്ചുള്ള സ്വദേശീവൽക്കരണവും കമ്പനി നടപ്പാക്കുന്നുണ്ട്. അസീർ പുള്ളിയിൽ, മീഡിയ 1, റിയാദ്.